എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. പ്രതാപൻ എന്ന ബെല്ലം രാംപ്രസാദ് ഗൊണ്ട ആണ് അറസ്റ്റിലായത്. ഹൈദരാബാദിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയതെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. ഇരകളാക്കപ്പെട്ട കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പ്രതിയിൽ നിന്ന് കിട്ടിയതായും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഓർഗൻ ട്രാഫിക്കിംഗ് ഉള്ള കിഡ്നി റാക്കറ്റ് ഉള്ള കേസിൽ ഒരു നല്ല ഒരു ഡെവലപ്മെന്റ് ആണ്. ഒരു പ്രധാനപ്പെട്ട പ്രതി പ്രതാപൻ, his name is Pratapan alias Balram Ramaprasad Konda. He has been arrested from Hyderabad. ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആൾ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ അത്ര സ്ഥലങ്ങളിൽ ഇറാൻ, ഔട്ട് ഓഫ് ഇന്ത്യ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അശ്വിൻ പാലാഴി വച്ചിരുന്നു. അശ്വിൻ, ആരാണ് ഈ ബെല്ലം രാംപ്രസാദ് ഗോണ്ട എന്നറിയാൻ കഴിയുന്നുണ്ടോ? ഇയാളുടെ സ്ഥിരം പണിയാണോ ഇത്? എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ക്രൂഷ്യൽ അറസ്റ്റ് അശ്വിൻ. ഹാഷ്മി, തീർച്ചയായും ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഏറെ വർഷങ്ങളായി ഈ റാക്കറ്റിന്റെ പ്രധാന കണ്ണിയാണ് ഈ പ്രതാപൻ എന്നറിയപ്പെടുന്ന ബെല്ലം രാംപ്രസാദ് കൊണ്ട എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഹൈദരാബാദിൽ നടത്തിയ തെരച്ചിലിലാണ് ഈ പ്രതാപൻ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. ഇയാളിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. കൂടുതൽ ആളുകൾ ഒരുപാട് പേർ ഇതിൽ ഇരകളാക്കപ്പെട്ടുവെന്ന ഈ പ്രതിയിൽ നിന്നും പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെരച്ചിൽ കൂടി ശക്തമാക്കുന്നുണ്ട്. ഈ കണ്ണികളിലേക്ക്, അതായത് ഈ അവയവ മാഫിയയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചതും ഇരകളാക്കപ്പെട്ട ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നതും ഈ പ്രതാപന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി കൊച്ചിയിൽ നിന്നും ആളുകളെ എത്തിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന ഇടനിലക്കാരനായിരുന്ന മധു, ഷമീർ അടക്കമുള്ള ആളുകൾ പിടിയിലാകാനുണ്ട്. ഒപ്പം പ്രധാന കണ്ണിയായ സാബിത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചും മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. ഇതുവരെ ഈ സാബിത്തിനെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അതടക്കമുള്ള നിർണായക വിവരങ്ങൾ ഈ പ്രതാപനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കണ്ടെത്താനാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. നിലവിൽ വൈദ്യപരിശോധനയ്ക്കായി ഈ പ്രതിയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും കടക്കും. എന്തായാലും ഈ കേസിൽ നിർണായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരാളെ മാത്രമാണ് ഇതുവരെ ഇരയാക്കപ്പെട്ടിട്ടുള്ളതെന്നും അത് ദാതാവായി കൊണ്ടുപോയിട്ടുള്ളതെന്നും ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ഇരകളായിട്ടുള്ളതെന്നും കൂടി ഈ പ്രതാപനെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നിർണായകമായ പല വിവരങ്ങളും ഈ പ്രതാപനിൽ നിന്നും ഇനി ലഭിക്കാനുമുണ്ട്. ഹാഷ്മി, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 3 പേരാണ്: രാംപ്രസാദ് ഗോണ്ട, സാബിത്, നസർ, മധു. ഈ 3 പേരാണ് തൽക്കാലം. കൂടുതൽ പേര് അതിലുണ്ടോ, അതൊരു മഞ്ഞുമലടറ്റമാണോ എന്നൊക്കെ അതിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. മഴയ്ക്ക് ശമനമില്ല, മഴ, പെരുമഴ. സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ്. തൃശ്ശൂരിൽ അതിതീവ്ര മഴയിൽ നഗരം വെള്ളക്കെട്ടിലായി. ഇടുക്കിയിലും കോഴിക്കോട്ടും ഉരുൾപൊട്ടി. മലങ്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. കാലവർഷപ്പെയ്ത്ത് സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുകയാണ്. കനത്ത മഴയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രി കോഴിക്കോട് 27 മൈലിലും 28 മൈലിലും ഉരുൾപൊട്ടി. കളത്തിങ്കൽ നജീബിന്റെ വീടിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലിൽ കോഴിഫാമും 70ഓളം കവുങ്ങുകളും നശിച്ചു. ഇടുക്കി പൂച്ചപ്രയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തലനാരിഴയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഇവിടെ അടുത്ത ഒരു വീടുണ്ടായിരുന്നു. ഒരു വൈദ്യനാണ്, വിഷകാരിയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ അപ്പുറത്ത് 2 സൈഡിൽ കൂടെയാണ് ഉള്ളിൽ പോന്നിരിക്കുന്നത്. അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്, അടുത്ത വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീട്, അവിടെ ഒരു വീടാണുള്ളത്. ആ വീടിൻ്റെ 2 സൈഡിൽ കൂടെയും പോന്നു, ഉരുൾ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ റബ്ബർ മെഷീൻ പുരയൊക്കെ അതെല്ലാം എടുത്ത് പോകുന്നുണ്ട്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. തൃശൂരിൽ രാവിലെ മുതൽ പെയ്യുന്നത് അതിതീവ്ര മഴയാണ്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി. അശ്വിനി ആശുപത്രിയിൽ ഇന്നും വെള്ളം കയറി. തൃശൂരിലെ വെള്ളക്കെട്ടിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് മേയർ MK വർഗീസ് നടത്തിയത്. ഇത് ഞങ്ങളുടെ റോഡല്ല, 1. 2, നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഒപ്പം തന്നെ ഇത് PWD ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ്. PWDയിൽ പൈസ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം. 4:30 കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എമിറേറ്റ്സ് വിമാനം മഴ മൂലം 6 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പലയിടങ്ങളിലും മഴ മാറിയെങ്കിലും വെള്ളക്കെട്ട് പ്രതിസന്ധി അതിരൂക്ഷമാണ്. വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് പെയ്ത മഴയിൽ ഇടുക്കിയിലും കോട്ടയത്തും വ്യാപകമായ നാശമുണ്ടായി. സൂരജ് സജി, അഖിൽ ഷാ അൻസാർ, രാഹുൽ വിജയൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം സൂരജിലേക്ക് തന്നെയാണ്. സൂരജ്, ഇന്ന് എനിക്ക് തോന്നുന്നു പെരുമഴ പെയ്തതും വെള്ളക്കെട്ടിന്റെ അതിരൂക്ഷ ദുരിതം ഉണ്ടായതും തൃശ്ശൂർ തന്നെയാണ്. അതങ്ങനെ തുടരുകയാണോ സൂരജ്? ഹാഷ്മി, ഏറ്റവും പുതിയ വാർത്ത തൃശ്ശൂരിൽ കനത്ത ഇടിമിന്നലിൽ 2 മരണം സംഭവിച്ചു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. വേലൂർ സ്വദേശിയായിട്ടുള്ള ഗണേശൻ, അതുപോലെ തന്നെ ഈ വലപ്പാട് കോതകുളം സ്വദേശിയായിട്ടുള്ള നിമിഷ എന്നിങ്ങനെ 2 പേരാണ് തൃശ്ശൂരിലുണ്ടായ ഇടിമിന്നലിൽ മരിച്ചത്. ഈ ഗണേശനാണെങ്കിൽ ഈ വേലൂരിലെ കുടുംബ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. രാവിലെ 11:30യോടുകൂടി അമ്മയോട് ഗണേശൻ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇടിമിന്നൽ ഏൽക്കുന്നതും പിന്നീട് ഗണേശൻ പുറകിലേക്ക് മറിഞ്ഞു വീഴുന്നു. ആ സമയത്ത് തന്നെ 108 ആംബുലൻസിൽ ഗണേശനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഗണേശൻ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ നിമിഷയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുളിമുറിയിൽ, വീടിന് പുറത്തുള്ള കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടിമിന്നൽ ഏൽക്കുന്നത്. പിന്നീട് നിമിഷയെ സമീപത്തെ തന്നെ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു. ഈ കുളിമുറിയുടെ കോൺക്രീറ്റ് ബീം അടക്കം പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇലക്ട്രിക് വയറുകളും അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് അടക്കം പൊട്ടിത്തെറിച്ചു ഈ ഇടിമിന്നലിന്റെ ആഘാതത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. ഗണേശന്റെ അമ്മയ്ക്കോ മറ്റാർക്കും തന്നെ പരിക്കില്ല. പക്ഷേ ഈ നിമിഷയുടെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ അവിടെ വീട്ടിലടക്കം ഈ ഇടിമിന്നൽ ഏറ്റു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി. തൃശ്ശൂർ നഗരത്തിലാകട്ടെ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി, വടക്കേ സ്റ്റാൻഡിന് സമീപം വെള്ളം കയറി, പടിഞ്ഞാറേക്കോട്ടയിൽ ശക്തൻ സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി തൃശ്ശൂർ നഗരം പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിൽ അമരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തൃശ്ശൂരിന്റെ ഗ്രാമീണ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുന്നംകുളത്ത് അടക്കം വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. കുന്നംകുളത്ത് യൂണിറ്റി ആശുപത്രിയിൽ, കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയിൽ വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. 3 മണിക്കൂറോളം ഈ മേഖലയിൽ നിലയ്ക്കാതെ പെയ്ത മഴയാണ്. ആ മഴയിൽ കാഷ്വാലിറ്റി, ഫാർമസി തുടങ്ങി ഓഫീസിനുള്ളിലേക്കടക്കം വെള്ളം ഇരച്ചു കയറി. ഒരു ഘട്ടത്തിൽ 1.5 അടിയോളം ഉയരത്തിൽ ആശുപത്രിക്കകത്ത് വെള്ളം തങ്ങി നിന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് രോഗികളെ അടക്കം അവിടെ നിന്ന് മാറ്റി. തൃശ്ശൂരിൽ ഈ ട്രെയിൻ ഗതാഗതവും നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 ട്രെയിനുകൾ തൃശ്ശൂർ നഗരത്തിൽ പിടിച്ചിട്ടു. അത് പ്രധാനമായും മണ്ണിടിച്ചിലിനെ തുടർന്നാണ് തൃശ്ശൂർ നഗരത്തിൽ ഈ ട്രെയിൻ പിടിച്ചിടേണ്ട അവസ്ഥയിലേക്ക് വന്നത്. പുതുക്കാടിനിടയിൽ, ഒല്ലൂരിനും പുതുക്കാടിനും ഇടയിലാണ് ഈ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിലുണ്ടായത്. 10:30യോടുകൂടിയാണ് ഈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായത്. പിന്നീട് 4 ട്രെയിനുകൾ പിടിച്ചിട്ടു. പക്ഷേ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ, ആ മഴയിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നു. ചാലക്കുടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാലക്കുടിയിലെ KSRTC ബസ്സും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും എല്ലാം വെള്ളത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ മഴ ഒതുങ്ങി നിൽക്കുന്നതിനാൽ, മഴ ചെറിയ രീതിയിൽ വിട്ടു നിൽക്കുന്നതിനാൽ ഒരു ശമനമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ ഇടിമിന്നലിൽ കനത്ത നാശനഷ്ടം അത് ജില്ലയുടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. സൂരജ് സജിയാണ് തൃശ്ശൂരിലെ വലിയ മഴയോടെ ഇടിമിന്നലിന്റെ വാർത്ത നൽകിയത്. ഇവിടെ 2 പേരാണ്. വലപ്പാട് കോതകുളം സ്വദേശി നിമിഷയും വേലൂർ സ്വദേശി ഗണേഷനുമാണ് മരിച്ചത്. നിമിഷ വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടയിലാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. അങ്ങേയറ്റം ദാരുണമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴ മാത്രമല്ല പേടിക്കേണ്ടത്, കാറ്റും ഇടിമിന്നലൊക്കെ പേടിക്കേണ്ടതും ജാഗ്രതപ്പെടേണ്ടതുമാണ്. സൂക്ഷിക്കുക. അഖിൽ ഷാൻ സാർ കുടിച്ചിരുന്നു. അഖിൽ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതുക്കുന്നുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എങ്ങനെയാണ് ആ പുതുക്കിയ അലർട്ട് അഖിൽ? ഹാഷ്മി, അല്പസമയം മുമ്പാണ് ഈ മഴ മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടുള്ള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിൽ 6 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇതുവരെ ഈ ജില്ലകളിലൊക്കെ കനത്ത മഴയും ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഒപ്പം വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ ജില്ലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും അതുപോലെ തന്നെ ചിലയിടങ്ങളിലൊക്കെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും ഉൾപ്പെടെയുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മറ്റ് അധികൃതരും ഉൾപ്പെടെ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം, ജാഗ്രതരായിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ.
അഖിൽ ഷാൻസാറാണ്. മഴ മുന്നറിയിപ്പുകൾ മാറുന്നുണ്ടെങ്കിൽ കൂടി സംസ്ഥാന വ്യാപകമായി മഴ തുടരും എന്ന് തന്നെയാണ് അതിന്റെ ഒരു ആകത്തുക. രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നാണ്. രാഹുൽ, എന്താണ് ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ മഴയവസ്ഥ? ഹാഷ്മി, നിലവിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഇന്നലെയും അപ്രതീക്ഷിതമായിട്ടാണ് രാവിലെ തെളിഞ്ഞ അന്തരീക്ഷം, ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ, 4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുന്നു. അതിന് പിന്നാലെയാണ് മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മൂലമറ്റം, താഴ്വാരം, കോളനിയിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നും അതേ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഇടുക്കിയിലെ ജനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉരുൾപൊട്ടലുണ്ടായ പൂച്ചപ്പുറയിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. സമീപത്ത് വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉള്ളതിനാൽ അവിടുത്തെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, തൊടുപുഴ പുളിയന്മട സംസ്ഥാന പാതയിൽ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. രാത്രിയിൽ ഒരു കാരണവശാലും ആ വഴി പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ഇടിഞ്ഞു വീണ മണ്ണിന്റെ പകുതി മാത്രം ഭാഗികമായിട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രതയാണ് ഇവിടെ ഏറ്റവും ആവശ്യമായ കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ടുള്ള കരുതലുകൾ എടുക്കണമെന്നുള്ളതും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, രാഹുൽ വിജയനാണ് ഇടുക്കിയിലെ ആ മേഖലയിലെ മഴയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നൽകിയത്. അതിനിടയിൽ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ മെട്രോ നിർമ്മാണം തടഞ്ഞു. ചെമ്പുമുക്ക് വാഴക്കാല ഭാഗത്ത് മെട്രോ നിർമ്മാണത്തെ തുടർന്ന് വലിയ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാരും ആവശ്യപ്പെട്ടു. ശ്യാംകുമാറാണ് വാർത്തകൾ വിവരങ്ങൾ ചെയ്യുന്നത്. ശ്യാം, അവിടെ കഴിഞ്ഞ മഴയത്തും വെള്ളം വല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ വെള്ളം കയറിയപ്പോൾ നാട്ടുകാർ പല വീട്ടുകാരും പറഞ്ഞ പ്രധാന കാരണം ഈ നിർമ്മാണ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണോ ശ്യാംകുമാർ? ഹാഷ്മി, കോൺഗ്രസ് മാത്രമല്ല, CPM-ഉം കോൺഗ്രസും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ സമരത്തിലുണ്ടായിരുന്നു. MLA അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് ഒരു വസ്തുത. ഏതായാലും സമരം നാട്ടുകാർ നടത്തി, റോഡ് ഉപരോധിച്ചു, പോലീസ് എത്തി നാട്ടുകാരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഓരോ മഴയത്തും വീട്ടിൽ വെള്ളം കയറുന്നത് പരിഹരിക്കണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഏതായാലും മെട്രോ അധികൃതർ സ്ഥലത്തെത്തുകയും പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇപ്പോൾ സമരം ഏതായാലും അവസാനിച്ചിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, ശ്യാംകുമാറാണ് വാർത്തകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത വലിയ ദുരിതം കഴിഞ്ഞ മഴയും ഈ ദിവസങ്ങളിലെ മഴയും ഒക്കെ ആ മേഖലയിലെ വീട്ടുകാർക്കും ഒരു സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങളൊക്കെ നെഞ്ചപ്പം വെള്ളത്തിൽ വന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ അത് അവരുടെ ആശങ്കപ്പെട്ടത് പരിഹരിക്കപ്പെടട്ടെ. തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ശംഖുമുഖം സ്വദേശി മഹേഷാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. ശംഖുമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് പോയ വള്ളമാണ് കൂറ്റൻ തിരമാലയിൽപ്പെട്ട് തലകീഴായി മറിഞ്ഞത്. 2 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ശംഖുമുഖം സ്വദേശി 33-കാരൻ മഹേഷിനെയാണ് കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന വിൻസെന്റ് നീന്തി രക്ഷപ്പെട്ടു. ഞങ്ങൾ വള്ളം എഞ്ചിന് 2 സ്റ്റാർട്ട് ചെയ്ത് നല്ല കടൽ സായത്തിന് ഓടിപ്പോയ വള്ളമാണ്. വലിയൊരു തിരവന്ന് അടിച്ച് 2 പേരും വെള്ളത്തിലായി പോയി. കൂടെ എൻ്റെ കൂടെ കുറച്ച് നേരം ഞങ്ങൾ പുള്ളിക്കാരൻ കൂടെ പിടിച്ച് കിടന്നു. പിന്നെ ഇങ്ങോട്ട് അടിക്കാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ ചുഴിയിൽ കൊണ്ടുപോയി അങ്ങനെ പോയി. അതിന് പിന്നെ പറ്റിയില്ല. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ഫിഷറീസ് ബോട്ടും സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നുണ്ട്. ആകപ്പാടെ പ്രതീക്ഷ കോസ്റ്റൽ പോലീസിൻ്റെയും ഫിഷറീസിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ബോട്ടുകൾ തിരച്ചിൽ നടത്തി കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ പരിമിതി എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ ഈ കല്ലടുക്കിയിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇപ്പോൾ തീരത്ത് നിന്ന് ആളുകൾക്ക് മാനുവലായിട്ട് പോയി തെരച്ചിൽ നടത്താനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കാണ്. വള്ളം വിഴിഞ്ഞത്തെത്തിച്ച് മത്സ്യബന്ധനത്തിന് പോകാനിരിക്കെയാണ് അപകടമുണ്ടായത്. 24 തിരുവനന്തപുരം. വെൽക്കം പ്രേക്ഷകരുടെ ഇപ്പോൾ വരുന്ന വാർത്ത. പന്തളത്ത് കരിങ്ങാലിപ്പുഞ്ചയിൽ ചൂണ്ടയിടാൻ പോയ യുവാവ് വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചെന്ന് പറയുന്നു. പൂഴിക്കാട് ആശാരിയത്ത് ദീപു ഭവനിലെ വിജയന്റെ മകൻ ദീപു ആണ് മരിച്ചതെന്ന് വാർത്ത വരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ബാർക്കോഴ വിവാദത്തിൽ ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നു. കൊച്ചി പാലാരിവട്ടത്തെ സ്വകാര്യ ഹോട്ടലാണ് മൊഴിയെടുപ്പ്. എബിൻ ജോസ് വരുന്നു ചെയ്യുന്നു. എബിൻ, ആരൊക്കെയുണ്ട്? ഏതൊക്കെ ബാർ ഉടമകളുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്? എബിൻ. ഹാഷ്മി, ഈ വിവാദങ്ങളുടെ തുടക്കം എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ, ഈ ബാർ അസോസിയേഷൻ അവരുടെ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഇടുക്കിയിലെ ഭാരവാഹിയായ അനുമോൻ ഇവരുമായി ചെറിയ തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ഈ ഓഡിയോ ഇടുന്നത്. ഓഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. അന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നാണ്
നമുക്ക് വ്യക്തമാവുന്നത്. ഇവരാരൊക്കെയാണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഏതായാലും കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ മൊഴിയെടുപ്പ് നടക്കുന്നത്. നേരത്തെ അനുമോൻ്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ സ്പൈസസ് ഗ്രോവ് ഉടമ, ഈ ഇടുക്കിയിലെ ഒരു സ്പൈസസ് ഹോട്ടലിൻ്റെ ഉടമയായ അരവിന്ദാക്ഷൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ രീതിയിൽ നേരത്തെ ഈ ഹോട്ടൽ അസോസിയേഷൻകാരുടെ കെട്ടിടം നിർമ്മിക്കാനാണ് ഈ പണം പിരിക്കാനുള്ള ഓഡിയോ സന്ദേശം താൻ അയച്ചത് എന്നുള്ള മൊഴിയായിരുന്നു അനുമോൻ നൽകിയിരുന്നത്. ഇത് ഉറപ്പിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും 12 മണിക്കാണ് ഈ മൊഴിയെടുപ്പ് തുടങ്ങിയത്. ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണ്. ഹാഷ്മി. ഓക്കെ, എബിൻ ജോസാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. ആ കേസ് അപ്പോൾ അന്വേഷണം ഓണാണ്, അതിന് മൊഴിയെടുപ്പൊക്കെ നടക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയത് 7ാം ഘട്ടം ഉച്ചയാവുന്നു, അതിന്റെ ക്ലൈമാക്സിലേക്കാണ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വിധിയെഴുത്ത് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് 57 മണ്ഡലങ്ങളിലും. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പലയിടത്തും സംഘർഷമുണ്ടായി. 24 പർഗാനസിൽ ആൾക്കൂട്ടം വോട്ടിംഗ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുകയാണെന്ന് CPIM ആരോപിച്ചു. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് പിന്നാലെ പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. രാധാശൂരങ്ങളും ചേർന്നു. ആർക്കെ ഇപ്പം ഇന്ന് നടക്കുന്ന 57 മണ്ഡലങ്ങളിലെ കാര്യം പറഞ്ഞാൽ ആദ്യ മണിക്കൂറുകൾ കണ്ടപ്പോൾ ഒരുപക്ഷെ 6 ഘട്ടങ്ങളിലെ ആ ട്രെൻഡ് മാറി ഒരുപക്ഷെ ഒരു ഭീകര പോളിംഗ് ശതമാനത്തിലേക്ക് വരുന്ന ഒരു ട്രെൻഡ്, ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോൾ ആ ഫീൽ മാറിയോ? നമുക്ക് സാമാന്യം ഭേദപ്പെട്ടതെന്ന് പറയാനേ സാധിക്കുകയുള്ളൂ ഹാഷ്മി. കാരണം രാവിലെ കനത്ത ചൂട് ഉണ്ടായിട്ടും ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് വലിയ ശതമാനം, പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ശതമാനത്തേക്കാൾ വലിയ രീതിയിൽ ഭേദമെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതായിരുന്നു ഒരവസ്ഥ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഉച്ചവരെയുള്ള ഒരു ട്രെൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കാണ് പുതിയ പെർസെൻറ്റേജ് പുറത്തു വരുന്നത്. നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ പൂർവാഞ്ചൽ മേഖലയാണ് BJPയുടെ ശക്തി കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്ന ഇടമാണ്. വാരണാസി ഉൾപ്പെടുന്ന മേഖലകളാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കാവുന്ന വിധത്തിലാണ് അവിടെ നിന്നുള്ള ഏതാണ്ട് 28% ഉള്ള പോളിംഗ് പെർസെൻറ്റേജ് സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അല്പസമയം മുമ്പ് ഉണ്ടായത്, ഈ കള്ളവോട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയ ഒരാളെ, ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനാണ് അയാളെന്ന് പറയുന്നു. CPMന്റെ സ്ഥാനാർത്ഥി പ്രതികൂർ റഹ്മാൻ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. വോട്ട് യന്ത്രത്തിൽ ഇയാൾ 1ലധികം തവണ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ്. പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ കൈയോടെ ഈ സ്ഥാനാർത്ഥി തന്നെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വളരെ ശക്തമായിട്ടുള്ള സംഘർഷങ്ങൾ പല മേഖലകളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 4 മണിക്കൂറത്തെ പോളിംഗ് ശതമാനമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ആ പോളിംഗ് ശതമാനം കണക്കാക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഏതാണ്ട് 28.02 4 മണിക്കൂറിൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ 28.10% പോളിംഗ് പെർസെൻറ്റേജ്. പഞ്ചാബിൽ 23.91 വോട്ടിംഗ് പെർസെൻറ്റേജ്. അവിടെ ഇന്നലെ ഉണ്ടായ സംഘർഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒരു ആം ആദ്മി പാർട്ടി പ്രവർത്തകൻ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം അമൃത്സറിൽ ഉണ്ടായി. ഇതിനെ തുടർന്നിട്ടുള്ള ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒഡീഷയിൽ 22.64% പേരാണ് ഈ 4 മണിക്കൂറിനുള്ളിൽ ബൂത്തിലെത്തിയത്. ജാർഖണ്ഡിൽ 29.55 പേർ വോട്ട് ചെയ്തു. ഹിമാചൽ പ്രദേശിൽ 21.92 പേരും ചണ്ഡീഗഡിൽ 25.03% ആളുകളും ബീഹാറിൽ 24.25% ആളുകളും ബൂത്തിലെത്തി 4 മണിക്കൂറിനുള്ളിൽ എന്നുള്ളതാണ്. അല്പസമയത്തിനകം 1:30 ശേഷം ഒരു 2 മണിക്ക് മുൻപായിട്ട് അടുത്ത പോളിംഗ് ശതമാനം വരും. 6 മണിക്കൂർ നേരത്തെ ആ പോളിംഗ് ശതമാനം കൂടി വിലയിരുത്തിയാൽ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചിത്രം നൽകാൻ സാധിക്കും. ഹാഷ്മി. ഓക്കെ, രാധാകൃഷ്ണനാണ് അവസാനഘട്ട പോളിംഗിന്റെ ഉച്ചവരെയുള്ള പോളിംഗ് ശതമാനം നൽകിയത്. ആദ്യ 1-2 മണിക്കൂറൊക്കെ വലിയ പോളിംഗ് ശതമാനത്തിലേക്ക്, കനത്ത പോളിംഗ് ശതമാനത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഉച്ചയോടുകൂടി അത് ഭേദപ്പെട്ട പോളിംഗിലേക്ക് എത്തി. എനിക്ക് തോന്നുന്നു ആദ്യ 6 ഘട്ടങ്ങളിൽ കണ്ട ആ ശതമാനത്തിലെ മാന്ദ്യം 7ാം ഘട്ടത്തിലും പ്രകടമാണ് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇന്ത്യ ആര് ഭരിക്കുമെന്ന് സൂചന നൽകിയിരുന്നു. എക്സിറ്റ് പോൾ ഫലമറിയാം. വിവിധ ചാനലുകളുടെയും ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് 6:30 മുതൽ പുറത്തുവരും. 24 പോൾ ഓഫ് പോൾസ് വൈകിട്ട് 6 മണി മുതൽ കാണാം.
എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് 24 ഇലക്ഷൻ ഡെസ്ക് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണൂ. അംഗ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയമാർക്ക്, രാജ്യം ഭരിക്കാനിരിക്കുന്നതാര്? സൂചനയുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നറിയാം. ഓരോ ഘട്ടത്തിലും വോട്ട് ചെയ്ത നിശ്ചിത എണ്ണം ആളുകളെ നേരിൽ കണ്ടാണ് എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്നത്. 2019 എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൃത്യമായിരുന്നോ എന്ന് പരിശോധിക്കാം. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ NDAക്ക് പ്രവചിച്ചത് 339 മുതൽ 365 സീറ്റുകൾ വരെ, UPAക്ക് 77 മുതൽ 108 വരെയും, ന്യൂസ് 24 ടുഡേസ് ചാണക്യ NDAക്ക് 350 സീറ്റ് വരെയും UPAക്ക് 95 സീറ്റ് വരെയുമാണ് പ്രവചിച്ചത്. ന്യൂസ് 18 ഇപ്സോസ് NDAക്ക് 336ഉം UPAക്ക് 82ഉം മറ്റുള്ളവർക്ക് 124 സീറ്റും പ്രവചിച്ചു. ടൈംസ് നൗ VMR എക്സിറ്റ് പോൾ പ്രവചനം NDAക്ക് 306ഉം UPAക്ക് 132ഉം സീറ്റുകളായിരുന്നു. ഇന്ത്യ TV CNX NDAക്ക് 300ഉം UPAക്ക് 120ഉം സീറ്റുകൾ പ്രവചിച്ചു. സി വോട്ടർ NDAക്ക് 287ഉം UPAക്ക് 128ഉം സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചിച്ചത്. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ NDAക്ക് 353ഉം UPAക്ക് 91ഉം സീറ്റുകൾ ലഭിച്ചു. 2014 NDAക്ക് 276ഉം UPAക്ക് 97ഉം മറ്റുള്ളവർക്ക് 148 സീറ്റുകളുമാണ് CNN-IBN പ്രവചിച്ചത്. ഇന്ത്യ ടുഡേ NDAക്ക് 272ഉം UPAക്ക് 115ഉം മറ്റുള്ളവർക്ക് 156 സീറ്റുകളും പ്രവചിച്ചു. ന്യൂസ് 24 2014 പ്രവചിച്ചത് NDAക്ക് 340ഉം UPAക്ക് 70ഉം മറ്റുള്ളവർക്ക് 133ഉം സീറ്റുകളായിരുന്നു. ടൈംസ് നൗ NDAക്ക് 249ഉം UPAക്ക് 148ഉം മറ്റുള്ളവർക്ക് 146 സീറ്റുകളും പ്രവചിച്ചു. ABP ന്യൂസ് NDAക്ക് 274ഉം UPAക്ക് 97ഉം മറ്റുള്ളവർക്ക് 165ഉം സീറ്റുകൾ പ്രവചിച്ചപ്പോൾ NDTV പ്രവചിച്ചത് NDAക്ക് 279ഉം UPAക്ക് 103ഉം മറ്റുള്ളവർക്ക് 161ഉം സീറ്റുകളായിരുന്നു. 2014 വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ സീറ്റ് നില: NDA 336, UPA 66, മറ്റുള്ളവർ 47. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ അതൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ കണ്ടുപിടിച്ച് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും അത് ഉറപ്പായും ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന രാജ്യത്തിന് നൽകുന്ന ചില സൂചന, ചില ദിശ എന്ന് ഉറപ്പായും പറയാം. അപ്പോൾ ഇന്ന് 6 മണി മുതൽ നമ്മൾ ഫുൾ സെറ്റാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊപ്പം ഉണ്ടാകുമെന്നും അറിയാം. 6 മണി മുതൽ അങ്ങനെ തുടരും. ഓരോരോ ഏജൻസികളുടെ ചാനലുകളുടെ വരുന്ന മുറയ്ക്ക് ഓരോ എക്സിറ്റ് പോളുകൾ നമ്മൾ ഉറപ്പായും കൊടുക്കും. അതിൻ്റെ വിശകലനങ്ങളും വിലയിരുത്തലും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3:30 ധ്യാനം അവസാനിപ്പിക്കുന്ന മോദി കന്യാകുമാരിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അവിടെ നിന്ന് സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്കാണ് മോദി പോവുക. കന്യാകുമാരിയിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ധ്യാനം പൂർത്തിയാക്കി മടക്കത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? എപ്പോഴാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര? ഉച്ചയ്ക്ക് 3 മണിവരെയാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുക. ഇപ്പൊ ഏതാണ്ട് 43 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇനി കുറച്ചു നേരം കൂടി മാത്രമേ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ഉണ്ടാകൂ. അതിനുശേഷം തൊട്ടടുത്തുള്ള ഈ തിരുവള്ളുവരിന്റെ പ്രതിമ കൂടി പ്രധാനമന്ത്രി സന്ദർശിക്കും. അവിടെ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ വിലയിരുത്തലൊക്കെ കഴിഞ്ഞിരുന്നു. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോയി അവിടെ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും 3 മണിയോടെ ഈ തമിഴ്നാട് സർക്കാരിന്റെ ബോട്ടിൽ അദ്ദേഹം കയറി തമിഴ്നാടിന്റെ ഗസ്റ്റ് ഹൌസിന്റെ ഉള്ള ഹെലിപാഡിലേക്ക് അദ്ദേഹം എത്തുക. കൃത്യം 3:25 തന്നെ ഇവിടെ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള സുരക്ഷാ വിലയിരുത്തലുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഈ പ്രദേശം മൊത്തം ഇപ്പോൾ SPGയുടെയും തമിഴ്നാട് പോലീസിന്റെയും ഒക്കെ നിയന്ത്രണത്തിലാണ്. ഈ പോകുന്ന വഴിയിലുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കടക്കാനും പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും പോലീസിന്റെയും SPGയുടെയും നിയന്ത്രണത്തിലാണ് ഈ പ്രദേശമുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പോകാനുള്ള ഹെലികോപ്റ്ററുകളടക്കം അത് സുരക്ഷാ വിലയിരുത്തലിന്റെ ഭാഗമായി പരിശോധിച്ച് അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി കഴിഞ്ഞിരുന്നു. തൊട്ടടുത്തുള്ള കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ പോലീസെല്ലാം ബോട്ടുകളെല്ലാം തന്നെ റോന്ത് ചുറ്റുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടുക. നമുക്കറിയാവുന്നതുപോലെ വ്യാഴാഴ്ച വൈകിട്ട് 6:45 ആ ധ്യാനം തുടങ്ങിയത്. ഏതാണ്ട് 45 മണിക്കൂർ നീണ്ട ധ്യാനം. മൗനവ്രതമായിരുന്നെങ്കിൽ പോലും ഒട്ടനവധി രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച ധ്യാനം കൂടിയായിരുന്നു ഈ തെക്കേ ഇന്ത്യയിൽ
തെക്കേ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ മുനമ്പിൽ അദ്ദേഹം നടത്തിയ ഈ 2 ദിവസത്തെ ധ്യാനം, ഈ ധ്യാനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനപ്പെട്ട വോട്ടെടുപ്പ് നടക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരങ്ങൾ, ഒരുപാട് ഹിന്ദു വോട്ട് ബാങ്കുകളടക്കം ഇത് സ്വാധീനിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ഈ ധ്യാനത്തിലൂടെ വോട്ടുകൾ പെട്ടിയിലായോ എന്നത് അറിയാൻ ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും 2:45 അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് തിരുവള്ളൂർ പ്രതിമ സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. ഹാഷ്മി. ഓക്കെ, അജീഷ് ശിവകുമാറാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്. 3 മണി വരെയാണ് ആ ധ്യാനം. അതിനുശേഷം തിരുവനന്തപുരം, കന്യാകുമാരി ടു തിരുവനന്തപുരം ടു വാരണാസി. എന്തായാലും അത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് രാഷ്ട്രീയ ധ്യാനമാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെയല്ല എന്ന BJPയുടെ മറുവാദമൊക്കെ കണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ കൂടി ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ കള്ളക്കളി തെളിയുന്നു. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റ് പോലീസ് മറച്ചുവെച്ചെന്ന് സ്ഥിരീകരിക്കുന്ന ഫോൺ സംഭാഷണവും രേഖയും പുറത്ത്. രാത്രി 12 മണിക്ക് വീട് വളഞ്ഞാണ് പോലീസ് റൂബിനെ പിടിച്ചുകൊണ്ടുപോയത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ബന്ധുവിനെ ഫോണിലെങ്കിലും വിവരം അറിയിക്കുന്നത്. അത്രയും നേരം സ്റ്റേഷനിലെ ഫോൺ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ റൂബിൻ ലാലിനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിന്റെ വ്യാജ പരാതിയെ തുടർന്നായിരുന്നു CI ആൻഡ്രിക് ഗ്ലോമിക്കിന്റെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് നടപടി. വീട്ടിൽ ഉറങ്ങിക്കിടന്ന മാതാവിനെപ്പോലും അറിയിക്കാതെ റൂബിനെ കൊടും കുറ്റവാളിയെ എന്ന പോലെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തത് രാത്രി 12 മണിയോടെ. സുഹൃത്തും ബന്ധുവും റൂബിനെ തിരക്കി 2:20 സ്റ്റേഷനിലെത്തി. 2:38 ബന്ധുവിനെ ഫോണിൽ വിളിച്ച് അറസ്റ്റ് വിവരം അറിയിച്ചു. എന്തുകൊണ്ട് ഇത്രയും നേരം വിവരം അറിയിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ റൂബിനെ ഇപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂവെന്ന് GD ചാർജിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ മറുപടി. ഇന്ന് 2:30 സമയത്തെ റൂബിൻ ലാലിനെ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റുകാരെ. 9 മണി മുതലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആളെ വീട്ടിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്ന് നിങ്ങൾ വിശ്വസിക്കാൻ അതിനൊരു കുഴപ്പം ഇവിടെ വരുത്തിയിട്ടില്ല. മാതാവിനെ വിവരം അറിയിക്കാത്തത് ബന്ധു ചോദ്യം ചെയ്തതോടെ ഫോൺ കോൾ കട്ട് ചെയ്തു. അമ്മേനെ വിവരം അറിയിച്ചിട്ടുണ്ട്? ഇല്ല അമ്മേനെ ഒരിക്കലും വിവരം അറിയിച്ചിട്ടില്ല. റൂബിനെ കസ്റ്റഡിയിലെടുത്ത 12 മണി മുതൽ 2 മണി വരെ സ്റ്റേഷനിലെ ടെലിഫോൺ പ്രവർത്തനരഹിതമാക്കിയതിന്റെ ഫോൺ രേഖകൾ 24-ന് ലഭിച്ചു. റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത് നിയമാനുസൃതമായല്ല എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. റൂബിന്റെ അറസ്റ്റിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. 24 തൃശൂർ. ഇപ്പോൾ വരുന്നൊരു വാർത്ത, വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനാൽ ജലസേചന വകുപ്പ് ഓഫീസിന്റെ ഫ്യൂസ് ഊരി KSEB. 1000 രൂപ മാത്രമായിട്ട് അടയ്ക്കാനുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ KSEB അങ്ങനെ ഫുൾ ഓണാണ്. ഈ കഴിഞ്ഞ ദിവസം നേരത്തെ DO ഓഫീസിന്റെ ഫ്യൂസും നേരത്തെ ഊരിയതാണ്. മലപ്പുറത്തടക്കം പെരുമഴ പെയ്യുന്നു ഈ മണിക്കൂറിൽ. പക്ഷേ ഉത്തരേന്ത്യയിൽ കൊടും ചൂടാണ്. ഉരുകിയൊലിച്ച് ഉത്തരേന്ത്യ. ഉത്തരേന്ത്യയിൽ ചൂട് അസഹനീയം. വിവിധ സംസ്ഥാനങ്ങളിലായി 33 പേർ കൂടി മരിച്ചു. ഉഷ്ണതരംഗം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നാഗ്പൂരിൽ കനത്ത ചൂടിനിടെ കാലാവസ്ഥാ കേന്ദ്രത്തിലെ സെർവറുകൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്നു ഉത്തരേന്ത്യ. 10 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ബീഹാറിൽ ഉഷ്ണതരംഗത്തിൽ മരിച്ചത്. പോലീസുകാർ അടക്കം 40ഓളം പേർ ചികിത്സയിലാണ്. ബീഹാറിലും ഒഡീഷയിലും 14 വീതവും രാജസ്ഥാനിൽ 5 പേരും മരിച്ചു. ഈ സാഹചര്യത്തിൽ സ്വമേധയാ വിഷയം പരിഗണിച്ച രാജസ്ഥാൻ ഹൈക്കോടതി ഉഷ്ണതരംഗം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഓഫീസുകളിൽ ജീവനക്കാർ കൂട്ടയവധിയെടുക്കുകയാണ്. വെയിലത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉഷ്ണതരംഗ ബാധിത സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കനത്ത ചൂടിനൊപ്പം ഡൽഹിയിൽ പൊടിക്കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 25 മുതൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്നാണ് പ്രവചനം. ചൂടിൽ ഡൽഹിയിൽ വൈദ്യുതി ഉപഭോഗം 8000 മെഗാവാട്ടായി ഉയർന്നു. പലയിടത്തും ജലക്ഷാമവും രൂക്ഷമാണ്. മുംബൈ. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ ജലസേചന വകുപ്പ് ഓഫീസിന്റെ ഫ്യൂസ് ഊരി KSEB. പാലക്കാട് വടക്കഞ്ചേരി ഓഫീസിലെ വൈദ്യുതി ആണ് വിച്ഛേദിച്ചത്. 1000 രൂപയാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത്.
DO ഓഫീസിന്റെ ഫ്യൂസ് ഊരിയതിന് പിന്നാലെയാണ് നടപടി. നിഖിൽ പരമേശ്വരൻ മറ്റൊരു നിഖിൽ, സാധാരണ 1000 രൂപയ്ക്ക് ഉണ്ടെന്നുള്ളൊന്ന് പറയുകയോ ഒരു മുൻകരുതൽ കൊടുക്കുകയോ ചെയ്യില്ലേ? ഇതൊന്നും ഉണ്ടായില്ലേ? അതൊന്നും ഉണ്ടായില്ല ഹഷ്മി. ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളുടെ ഫ്യൂസ് ഊരുന്ന കാലമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് DO ഓഫീസ് അത് അല്പം പക്ഷേ കടുത്തുപോയി കേട്ടോ. കാരണം സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം മാത്രം ശേഷിക്കും. നാളത്തെ ഒരു ദിവസം മാത്രമേ മുന്നിലുള്ളൂ. എന്നിരിക്കെ പോലും ഈ ഒരുപാട് ജോലികൾ ഉള്ളപ്പോഴാണ് DO ഓഫീസിന്റെ ഫ്യൂസ് ഊരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ 1000 രൂപയുടെ കേസേ ഉള്ളൂ. വടക്കഞ്ചേരിയിലെ ജലസേചന ഓഫീസിന്റെ ഫ്യൂസാണ് KCB ഊരിയത്. സാധാരണഗതിയിൽ ഇത് ട്രഷറിയിൽ നിന്നാണ് ഈ തുക അടയ്ക്കാറ്. എന്നാൽ കഴിഞ്ഞ മാസം മുതൽ സാഹചര്യം അങ്ങനെയല്ല. അതായത് ഓഫീസുകളിൽ നിന്ന് നൽകേണ്ടുന്ന പശ്ചാത്തലം ഉണ്ടായതുകൊണ്ടാണ് ഈ ഫ്യൂസ് വരുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 29 ആയിരുന്നു ഡിസ്കണക്ഷൻ ഡേറ്റ്. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം മാത്രമേ അവർ കാത്തിരുന്നുള്ളൂ എന്നുള്ളതാണ്. കൃത്യസമയത്ത് അവർ അവരുടെ ജോലി പൂർത്തിയാക്കി. എന്തായാലും സാധാരണ ഇത് KCB ബില്ല് ആലത്തൂരിലെ ജലസേചന ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ട്രഷറിയിലേക്ക് അടയ്ക്കുകയുമാണ് ഉണ്ടാകാറ്. ഇത്തവണ അങ്ങനെ ഉണ്ടാകാത്തതിനാണ് KCB ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഫ്യൂസ് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ശമ്പളം വന്നാൽ കയ്യിൽ നിന്ന് തുകയെടുത്ത് അടയ്ക്കാം, അതുകൊണ്ട് സാവകാശം ചോദിച്ചു എന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ TV സിന്ധു പറയുന്നത്. അവർക്ക് തന്നെ ഒഴിവാക്കാമായിരുന്ന ഒരു നടപടിയായിരുന്നു. കേവലം 1000 രൂപയുടെ കാര്യമേ ഉള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ജലസേചന ഓഫീസ് ഇരുട്ടിലാണ്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. തുകയടച്ചാൽ അപ്പോൾ തന്നെ റീകണക്ഷൻ നൽകാമെന്നുള്ളതാണ് KCBയുടെ വാദം. 1000 രൂപയേ ഉള്ളൂ, അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു കാണിക്കാവുന്നതേ ഉള്ളൂ. ഒരു സർക്കാർ സ്ഥാപനമാണല്ലോ. കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന ആരോപണത്തെ ഉറച്ച് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. എന്നാൽ ക്ഷേത്രം ഏതാണെന്ന് ഇന്നും വെളിപ്പെടുത്തിയില്ല. പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണം സാധൂകരിക്കുന്ന ഒന്നും കണ്ടെത്തിയില്ല എന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടത്തിയെന്നാണ് DK ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ. എവിടെയാണ് നടന്നതെന്നോ ആരാണ് മൃഗബലിക്ക് പിന്നിലെന്നതിലോ വ്യക്തത വരുത്താതെയായിരുന്നു ആരോപണം. കേരളത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ വിവാദമായി മാറിയിട്ടും ആരോപണം DK ശിവകുമാർ ആവർത്തിച്ചു. ക്ഷേത്രം ഏതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പ്രതികരണം. I have lot of respect for the temple. I know I have not said that in the temple nothing has happened. I know it is somewhere near. I also know in a private place things have happened. This is the information what I have got. I don't want to disclose. Some priests who are the part of that have just given me some information. പ്രാഥമിക അന്വേഷണത്തിൽ ആരോപണത്തിൽ ഉന്നയിക്കുന്നത് പോലെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ മൃഗബലി നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. അപ്പോൾ തന്നെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, മറ്റ് രീതിയിലും അന്വേഷിച്ചിരുന്നു. അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്രമോ ക്ഷേത്ര പരിസരത്തോ ആയിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള കിട്ടിയ റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മൃഗബലി ആരോപണം സർക്കാർ പരിഹസിച്ച് തള്ളരുതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എവിടെയെങ്കിലും മൃഗബലി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് കിട്ടിയ ഒരു വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടത്. അതിനെ പരിഹസിക്കുന്നതിന് പകരം ഗവൺമെന്റ് അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണം. DK ശിവകുമാറിന്റെ ആരോപണത്തിനു പിന്നാലെ മൃഗബലി നടന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു. എന്നാൽ താൻ ഉദ്ദേശിച്ചത് രാജരാജേശ്വര ക്ഷേത്രത്തെ അല്ലെന്ന് DK വ്യക്തമാക്കി. 24 ബംഗളൂരു. ആലുവയിൽ ഓട്ടോറിക്ഷകൾ ബന്ധിച്ച വടത്തിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം. കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് വാഹനാപകടമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഉടമയെയും ഡ്രൈവറെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. അമ്പാട്ടുകാവിൽ വെച്ച് ഫഹദ് മരിച്ചത് വാഹനമിടിച്ചല്ല. ഓട്ടോറിക്ഷകൾ കെട്ടിവലിച്ചു കൊണ്ടുപോയ കയർ കഴുത്തിൽ കുരുങ്ങിയാണ് അപകടമുണ്ടായത്. CCTV ദൃശ്യങ്ങളും ആശുപത്രിയിലെ പരിശോധനാ റിപ്പോർട്ടുകളും ഇതിന് തെളിവായുണ്ട്. കൃത്യമായ തെളിവുകളുണ്ടായിട്ടും പോലീസ് വാഹനാപകടമായി ചിത്രീകരിച്ചെന്ന് ഫഹദിന്റെ കുടുംബം പറയുന്നു. ഇത്തരത്തിൽ ഒരു ദുരന്തം ഒരാൾക്കും ഉണ്ടാവാത്ത രൂപത്തിൽ മാതൃകാപരമായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് വളരെ വിനയത്തോടും ബഹുമാനത്തോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും നിയമത്തോടും അതുമല്ലെങ്കിൽ PWD വകുപ്പിന് ആരൊക്കെയാണോ ഇതിൽ കുറ്റക്കാരായി നമുക്ക് എണ്ണാൻ പറ്റുന്ന അവരോടൊക്കെ വിനയപുരസ്സരം എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അതേസമയം സംഭവത്തിൽ ഓട്ടോറിക്ഷ ഉടമയെയും ഡ്രൈവറെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി മരണത്തിന് കാരണമാകുന്ന രീതിയിൽ വാഹനമോടിച്ചതിനുള്ള IPC 304A 279 വകുപ്പുകൾ ചേർത്താണ് ആലുവ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 24 കൊച്ചി. വിമാനക്കമ്പനി ജീവനക്കാരുടെ സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കും വ്യാപിപ്പിച്ച് DRI. എയർ ഹോസ്റ്റസുമാരെ ഉപയോഗിച്ച് 10 വർഷത്തിനിടെ 30 കിലോ സ്വർണം എയർ ഇന്ത്യ സീനിയർ ക്യാബിൻ ക്രൂ സുഹൈൽ താനലോട് കടത്തിയതായി കണ്ടെത്തി. ഒരു തവണ സ്വർണം കടത്തുന്നതിന് 2 ലക്ഷം രൂപയാണ് പ്രതിഫലം.
എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂവായ സുഹൈലിനെ സ്വർണ്ണക്കടത്തിന് സഹായിച്ചതിൽ 5 എയർ ഹോസ്റ്റേഴ്സ്മാരുണ്ടെന്നാണ് DRIക്ക് ലഭിച്ച വിവരം. സുഹൈലിനെ സഹായിക്കാതിരുന്നതിനെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന എയർ ഹോസ്റ്റേഴ്സാണ് DRIക്ക് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള വിവരം കൈമാറിയത്. കണ്ണൂരിലെത്തിക്കുന്ന സ്വർണം കൈമാറിയിരുന്നത് കൊടുപള്ളി സംഘത്തിനായിരുന്നു. നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും ഇവർ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഒരു തവണ സ്വർണം കടത്തുമ്പോൾ ലഭിക്കുന്നത് 2 ലക്ഷം രൂപയെന്ന് സുഹൈൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ 50,000 രൂപ എയർ ഹോസ്റ്റസുമാർക്ക് നൽകും. ശേഷിക്കുന്ന തുക താൻ എടുക്കുമെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. സ്വർണത്തിനു പുറമെ പ്രതികൾ ഫോറിൻ കറൻസിയും കടത്തിയിരുന്നു. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം എയർ ഹോസ്റ്റസ്മാരുടെ ഫ്ളാറ്റിലെത്തിയാണ് സുഹൈൽ കൈപ്പറ്റിയിരുന്നത്. 24 കൊച്ചി. വരുന്ന വാർത്ത, സൽമാൻ ഖാനെ അപായപ്പെടുത്താൻ വമ്പൻ ഗൂഢാലോചന. 4 പേരെ നവി മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ്. ഗുണ്ടാത്തലവൻ ലോറസ് ബിഷ്ണോയ് സംഘാംഗങ്ങളാണ് പിടിയിലായത്. 17 പേർക്കെതിരെയാണ് കേസ്. പൻവേലിൽ വെച്ച് സൽമാൻ ഖാന്റെ കാറിന് നേരെ ആക്രമണം നടത്താനായിരുന്നു നീക്കം എന്നൊക്കെ. ഇതിനായി പാകിസ്ഥാനിൽ നിന്നും AK-47 അടക്കമുള്ള തോക്കുകൾ എത്തിച്ചു എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയി സൽമാൻ ഖാന്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട രീതിയിലുള്ള വാർത്തയാണ് എന്ന് തന്നെ തോന്നുന്നു. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകത. ഹോട്ടൽ അടിച്ചു തകർത്ത കേസിലെ പ്രതി CFO ജോസഫ് 24 പറയുന്നത് കടയടിച്ചു തകർത്ത് വലിയ മനോവിഷമത്തിലാണെന്ന് പറയുന്നു. മകന് വയ്യാണ്ടായപ്പോൾ ഒരു അച്ഛന് വേദനയുണ്ടായി. കടയിൽ നിന്ന് കുഴിമന്ത് കഴിച്ചതോടെയാണ് മകന് വയ്യാതായത്. പരാതിപ്പെട്ട നടപടികൾ ഉണ്ടായില്ല. മനോവിഷമത്തിൽ മദ്യപിച്ചതോടെ നിലതെറ്റിപ്പോയെന്നും CPO പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ ഭക്ഷ്യവിഷവാദി ഉണ്ടായെങ്കിൽ ഒരു പോലീസുകാരൻ ചെയ്യേണ്ടത് അങ്ങനെയാണോ? പോലീസുകാരനാണ് നോക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഗസയിൽ വെടിനിർത്തലിന് പുതിയ നിർദ്ദേശമായി ഇസ്രായേൽ. കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രായേൽ ഹമാസിന് കൈമാറിയതായി US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ടുവച്ചത്. US പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയതായും ബൈഡൻ അറിയിച്ചു. വെടിനിർത്തലിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് ബൈഡൻ ഇസ്രായേലിനോടും ഹമാസിനോടും അഭ്യർത്ഥിച്ചു. കരാറിന്റെ ആദ്യഘട്ടം 6 ആഴ്ച നീണ്ടുനിൽക്കും. 1-ാം ഘട്ടത്തിൽ ഗസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പിന്മാറും. പകരം ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. മരിച്ച ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണം. ദിവസവും 600 ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടും. ഈ ഘട്ടത്തിൽ US-ന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ തുടരും. 1-ാം ഘട്ടം വിജയിച്ചാൽ 2-ാം ഘട്ടത്തിൽ പുരുഷ സൈനികരെ മോചിപ്പിക്കും. ഗസയിൽ നിന്ന് പ്രതിരോധ സേന പൂർണ്ണമായും പിന്മാറും. 3-ാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണ പദ്ധതി നടപ്പാക്കും. ഗസയിൽ വെടിനിർത്തിയാൽ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കി. അമേരിക്കൻ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇസ്രായേലിന്റെ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി ചില വാർത്തകൾ പെട്ടെന്ന് നോക്കാം. കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതി രാഹുൽ P. ഗോപാലിന്റെ മാതാവിനെയും സഹോദരിയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ആലപ്പുഴയിൽ പോലീസുകാരൻ ഹോട്ടൽ അടിച്ചു തകർത്തതിൽ വധശ്രമത്തിന് കേസെടുത്തു. ചങ്ങനാശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ CPO ആലപ്പുഴ വാടക സ്വദേശി CF ജോസഫിനെതിരെയാണ് നടപടി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണത്തിൽ വീഴ്ച ആരോപിച്ച് കുടുംബം പ്രത്യക്ഷ സമരത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലോ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലോ സമരം തുടങ്ങും. സപ്ലൈകോയിൽ 2 സബ്സിഡി സാധനങ്ങളുടെ വില കുറച്ചു. മുളകിനും വെളിച്ചെണ്ണയ്ക്കുമാണ് വില കുറഞ്ഞത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കിടപ്പ് രോഗിയായ മകളുടെ കഴുത്തറുത്ത ശേഷം വയോധികയായ മാതാവ് സ്വയം തീ കൊളുത്തി മരിച്ചു. കോഴിക്കോട് ഇരിങ്ങാടംപള്ളിയിൽ ഹോട്ടലിന്റെ മലിനജല ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ഹോട്ടലുടമയ്ക്കെതിരെ കേസെടുത്തു. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ കാണുക വൈകിട്ട് പോൾ ഓഫ് പോൾസ്. ആരൊക്കെയാണ് അടുത്ത 5 വർഷം രാജ്യത്തിന്റെ വിധി എന്താണ് എന്നതിന്റെ സൂചനയാണ് പോൾ ഓഫ് പോൾസ് ഉണ്ടാവുക.